മലയാളം ലേണിംഗ് അഭിമിസാണ്. മക്കൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷിന്റെ യൂണിറ്റ് 2 ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സിൻഡ്രല എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ മുൻ വർഷങ്ങളിൽ നമ്മളോട് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എക്സാമിന് വരണ്ടാവുക. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതും ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മക്കൾ ഈ സിൻഡ്രല എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു അല്ലേ. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ നമുക്ക് നോക്കാം. So the question is, Cinderella, after her marriage with the prince, reached the palace with her stepmother and stepsisters. അല്ലെങ്കിൽ സ്റ്റെപ്പ് മദറുമായിട്ട് സിൻഡ്രല കല്യാണത്തിന് ശേഷം പാലസിലെത്തി. Her life in the palace was very happy. പാലസിലെത്തി കഴിഞ്ഞപ്പോഴേക്കും സിൻഡ്രലയുടെ അവിടെയുള്ള കഷ്ടപ്പാടുകളൊക്കെ മാറി രാജകുമാരിയാണ് ഇപ്പം അല്ലേ. അപ്പോൾ അവിടെയുള്ള ജീവിതം വളരെ സന്തോഷപൂർണ്ണമായിരുന്നു. വെരി ഹാപ്പി ആയിരുന്നു സിൻഡ്രല. She wrote a letter to one of her friends about her new life. അപ്പോൾ സിൻഡ്രലയുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ഏതോ ഒരു ഫ്രണ്ടിന് സിൻഡ്രലയുടെ പുതിയ ജീവിതത്തെ പറ്റിയിട്ട് എന്ത് ചെയ്യാണ്, ഒരു ലെറ്റർ അയക്കുകയാണ്. അപ്പോൾ ആ ലെറ്റർ എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. റൈറ്റ് ദ ലൈക്ലി ലെറ്റർ ഓഫ് സിൻഡ്രല. സിൻഡ്രല എഴുതാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സിൻഡ്രല ആ പാലസിലെത്തി അവിടുത്തെ ജീവിതം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളും ഇതുവരെ താൻ അനുഭവിച്ച കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഫ്രണ്ടിനൊരു കത്തയക്കുന്നു. ഇതൊന്നും അറിയാത്ത ഫ്രണ്ടിനൊരു കത്തയക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആ ലെറ്റർ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മിസ് പറഞ്ഞതുപോലെ മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മളോട് ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രണ്ടിനാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. അപ്പോൾ ഫ്രണ്ടിന് ലെറ്റർ എഴുതുക എന്ന് പറയുമ്പോൾ യെസ്, ഒരു ഫ്രണ്ടിന് എഴുതുന്ന ലെറ്റർ എപ്പോഴും ഫോർമൽ ആയിരിക്കുമോ ഇൻഫോർമൽ ആയിരിക്കുമോടാ? ഇൻഫോർമൽ ലെറ്റർ ആയിരിക്കും. ഓക്കെ. ഇനി അതല്ല നമ്മൾ ഒഫീഷ്യൽ കാര്യങ്ങൾ എഴുതുന്ന ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് ഫോർമൽ ലെറ്റർ ആയിരിക്കും. ഇവിടെ ഒഫീഷ്യൽ അല്ല, ഫ്രണ്ട്സിന് അല്ലെങ്കിൽ പേരൻസിന്, അപ്പോൾ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ അയക്കുന്നത് ഒഫീഷ്യൽ അല്ല, ഇൻഫോർമൽ ലെറ്റർ ആണ്, ഫോർമൽ ലെറ്റർ അല്ല. അപ്പോൾ എന്താണ് ഇൻഫോർമൽ ലെറ്റർ എന്ന് നമുക്ക് ആദ്യമേ നോക്കണം അല്ലേ. സോ an informal letter is a non-official letter that we usually used to write to our friends. നമുക്ക് ഫ്രണ്ട്സിനോ ഫാമിലിക്കോ റിലേറ്റീവ്സിനോ ഒക്കെ നമ്മൾ അയക്കുന്ന ഒഫീഷ്യൽ അല്ലാത്ത ലെറ്റേഴ്സിനെയാണ് നമ്മൾ ഇൻഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. പേഴ്സണൽ ലെറ്റേഴ്സ് ആയിരിക്കും, ഒഫീഷ്യൽ പർപ്പസിന് ഇത് യൂസ് ചെയ്യാറില്ല. ഇനി എന്താണ് ഈ ലെറ്റേഴ്സിൻ്റെ ഇങ്ങനെ ഇൻഫോർമൽ ആയിട്ടൊരു ലെറ്റർ ഏതൊരു ക്വസ്റ്റ്യനിൽ ചോദിച്ചാലും ഏത് രീതിയിൽ എഴുതണം എന്നുള്ളതാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഫ്രം അഡ്രസ്സ് വേണം, ആരാണോ എഴുതുന്നത് അവരുടെ ഫ്രം അഡ്രസ്സ് വേണം. പിന്നെ നമുക്ക് ഡേറ്റ് വേണം. പിന്നെ സല്യൂട്ടേഷൻ, നമുക്ക് ഡിയർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, സല്യൂട്ടേഷൻ കൊടുക്കാം അല്ലേ. പിന്നെ എന്താണോ നമുക്ക് പറയേണ്ട കാര്യം ആ ഒരു മെയിൻ ബോഡിയിൽ കൊടുക്കാം. അവസാനം നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. പിന്നെ ഒരു ക്ലോസിങ് ഫ്രേസ് വേണം, യുവേഴ്സ് ട്രൂലി അല്ലെങ്കിൽ യുവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പേരും അതുപോലെ തന്നെ ഒപ്പും കൊടുക്കുക. ഇതാണ് നമ്മുടെ ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇതനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു ഇൻഫോർമൽ ലെറ്റർ എഴുതാൻ പറ്റുക. ആദ്യം നമ്മൾ പ്ലേസും ഡേറ്റും ഒക്കെ കൊടുത്തു, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രം അഡ്രസ്സും കൊടുക്കാം. ഓക്കെ, ഇൻഫോർമൽ ലെറ്റർ ആയതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ സല്യൂട്ടേഷൻ കൊടുത്തു, പിന്നെ മെയിൻ ബോഡിയിൽ നമ്മൾ ഇതാ കാര്യങ്ങൾ കൊടുക്കുകയാണ് അല്ലേ. ഹോപ്പ് യു റിമെമ്പർ യുവർ ഫ്രണ്ട് ജൂലി. അപ്പോൾ ഇതാ നമ്മുടെ സിൻഡ്രല പറയാണ്, ആ സിൻഡ്രല എന്ന് പറയുന്ന പേര് തന്നെ ഈ സ്റ്റെപ്പ് സിസ്റ്റേഴ്സും സ്റ്റെപ്പ് മദറും കൂടി ഇട്ടാണ് അല്ലേ. സിൻഡേഴ്സിൽ അല്ലെങ്കിൽ അടുപ്പിൽ കിടന്നുറങ്ങുന്നത് കൊണ്ടും എപ്പോഴും ഡസ്റ്റും ഡേട്ടും ആയതുകൊണ്ട് സിൻഡ്രല ഇവർ വിളിക്കുന്ന പേരാണ് സിൻഡ്രല എന്നുള്ളത്. ഇവരിട്ട പേരാണ്. അപ്പോൾ ശരിക്കും സിൻഡ്രലയ്ക്ക് വേറെ എന്തോ ഒരു പേരുണ്ട്, നമുക്ക് ജൂലി എന്ന് ഇമാജിൻ ചെയ്യാം അല്ലേ. മൈ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ഹാവ് ഗിവൺ മീ എ ന്യൂ നെയിം സിൻഡ്രല. എൻ്റെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് എനിക്കൊരു പുതിയ പേര് തന്നിട്ടുണ്ട്. എന്താണത്? സിൻഡ്രല എന്നുള്ളതാണ്. ബിഫോർ മൈ മദേഴ്സ് ഡെത്ത് ഷീ ഹാഡ് അഡ്വൈസ് മീ ടു ബി ഗുഡ് ആൻഡ് പയസ്. അമ്മ മരിക്കുന്നതിന് മുമ്പ് എന്നോട് നല്ല വിശ്വാസമുള്ള ഒരു കുട്ടിയായിട്ട് ജീവിക്കണം എന്നെ അഡ്വൈസ് ചെയ്തിരുന്നു, എന്നെ ഉപദേശിച്ചിരുന്നു അല്ലേ. I lived as my loving mother wished. എൻ്റെ അമ്മ ആഗ്രഹിച്ച പോലെ തന്നെയാണ് ഞാൻ ജീവിച്ചത്. By her blessings now I am the prince of Newland. അപ്പോൾ ദാ എൻ്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാനിപ്പോൾ ആരായി, ന്യൂലൻഡിലെ പ്രിൻസസ് ആയി അല്ലെ, രാജകുമാരിയായി മാറി. മൈ സ്റ്റെപ്പ് മദർ ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് വെർ വെരി ക്രൂവൽ ടു മീ അല്ലെ. എൻ്റെ രണ്ടാനമ്മയും എൻ്റെ സിസ്റ്റേഴ്സും എന്നോട് ഭയങ്കര ക്രൂവലായിരുന്നു, ഭയങ്കര ക്രൂരതയോട് കൂടിയാണ് എന്നോട് പെരുമാറിയത്. ഫോർച്ചുനേറ്റ്ലി, ഭാഗ്യവശാൽ, ഐ കുഡ് ഡാൻസ് വിത്ത് ദ പ്രിൻസ് ഇൻ ദ ബോൾ. ബോളിൽ എനിക്ക് രാജകുമാരനായിട്ട് ഡാൻസ് ചെയ്യാനൊരു അവസരം കിട്ടി അല്ലേ. ഹി ഫെൽ ഇൻ ലവ് വിത്ത് മീ ആൻഡ് മാരീഡ് മീ. അതിനുശേഷം പ്രിൻസ് എന്നെ കല്യാണം കഴിച്ചു. ഐ പാർട്ടൺ മൈ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ആൻഡ് സ്റ്റെപ്പ് മദർ. പാർട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താ, ക്ഷമിക്കുക. അവസാനം എൻ്റെ രണ്ടാനമ്മയോടും എൻ്റെ സിസ്റ്റേഴ്സിനോടും ഞാൻ ക്ഷമിച്ചു അല്ലേ. ഡ്യൂർ ക്രിസ്റ്റി ഹിയർ ഐ ആം വെരി ഹാപ്പി. എന്നിട്ട് ഫ്രണ്ടിനോട് പറയാണ്, ഇവിടെ ഞാൻ ഇപ്പോൾ വളരെ സന്തോഷവതിയാണ് അല്ലേ. ഐ വോണ്ട് ടു സീ യു സൂൺ. എത്രയും പെട്ടെന്ന് നിന്നെ കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളിതാ ക്ലോസിങ് ഫ്രേസ് ഇട്ട് കൊടുക്കുകയാണ്. യുവേഴ്സ് ലവിങ്ലി അല്ലെ, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് ട്രൂലി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. എന്നിട്ട് ഇതാ നമ്മുടെ സിൻഡ്രലയുടെ പേരും ഒപ്പും. അപ്പോൾ ഇതാണ് എന്ത്, നമ്മുടെ ഒരു ലെറ്റർ അല്ലെങ്കിൽ ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഫ്രം അഡ്രസ്സ് കൊടുക്കാം.
ഓക്കെ. അതിനുശേഷം നമ്മൾ ഡേറ്റ് കൊടുക്കുക, പിന്നെ നമ്മൾ സല്യൂട്ടേഷൻ കൊടുക്കുക അല്ലേ. എന്നിട്ട് നമ്മളിത് ആ കാര്യങ്ങൾ ബോഡിയിൽ കൊടുക്കുക, നമ്മളിത് അവസാനം ക്ലോസിംഗ് ഫ്രേസ് കൊടുത്തിട്ട് നമ്മൾ എൻഡ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ അടിപൊളിയായിട്ട് ആൻസർ ചെയ്യണം എന്ന് മിസ്സിൻ്റെ കുട്ടികൾക്ക് മനസ്സിലായല്ലോ. സോ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആൻഡ് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ്, യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ചെയ്യുക.